ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്രെയിമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു A4 എടുക്കാൻ ഈ ലൈൻസിൻ്റെ ഡിസ്റ്റൻസൊക്കെ ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. അത് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ A4 ഷീറ്റിൻ്റെ 4 വശത്തും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ ലൈൻ വരയ്ക്കാം. ഈ 4 ലൈൻസ് കൂടാതെ ഒരു എക്സ്ട്രാ ലൈനും കൂടി ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. ഈ സൂം ചെയ്ത ഭാഗത്ത് ഞാനൊരു ചെരിച്ചിട്ട് ഒരു വര വരച്ചിരിക്കുന്നു, മുകളിലും താഴെയും ആയിട്ട്. എന്നിട്ട് അത് നമ്മൾ മുറിച്ച് മാറ്റി എടുക്കുക. അഥവാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വ്യക്തമായി നല്ലോണം കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ 4 കോർണേഴ്സും നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കുക. വെറും സിമ്പിളായിട്ട് ഒരു A4 നമ്മൾ ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഫ്രെയിമാണ് ഗൈസ്. നമ്മൾ ചെയ്തെടുക്കാൻ കഴിയും. നാല് കോർണേഴ്സ് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ മുകളിലും താഴത്തുള്ള ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യാം. എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമ്മളെ പേപ്പർ കാണാനുണ്ടാവുക. നമ്മൾ വരച്ച കണക്കിന് സ്കെയിൽ വെച്ച് മടക്കി 4 വശവും ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്യാം. ബാക്കി ഭാഗം നമ്മൾ മടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് നിങ്ങൾ ഉറപ്പായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. സ്കെയിൽ വെച്ച് മടക്കിയതിന് ശേഷം മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ പശ തേച്ച് അതിനെ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ 4 ഭാഗവും പശ തേച്ച് ഒട്ടിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഫ്രെയിമാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫൈനൽ ലുക്കിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ഭാഗം ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 4ാമത്തെ ഭാഗം നമ്മൾ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു 2-3 എണ്ണമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കോഡ്സൊക്കെ എഴുതിയിട്ട് റൂമിൽ വെച്ച ലുക്കായിരിക്കും ഗൈസ് കാണാൻ. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോഡ്സും ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് വെക്കാവുന്നതാണ്. ബൈ.